നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള പ്രധാന വാർത്തകൾ നോക്കാം. 24 ഹെഡ്ലൈൻസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ഹൈക്കോടതി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കണക്കുകൾ ശരിയല്ലെന്ന് കോടതി പറഞ്ഞു. കണക്കുകൾ കൈവശമില്ലാത്തതുകൊണ്ടാണ് കേന്ദ്ര സഹായം തേടേണ്ടി വരുന്നതെന്നും കോടതിയുടെ വിമർശനം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത സഹായവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ പരാമർശം. SDRF മാനദണ്ഡപ്രകാരം പണം ചെലവഴിക്കുന്നതിന് പരിമിതികളുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഒരു സഹായവും കേന്ദ്രം നൽകിയിട്ടില്ലെന്നും മന്ത്രി. വാടക വീട്ടിലാണ് ആളുകൾ താമസിക്കുന്നത് പുനരധിവാസം വരെ. ആ വാടക STRFിൽ നിന്ന് കൊടുക്കാൻ പറ്റുമോ? കോടതി പരിശോധിച്ചാൽ മതി. STRFിൽ നിന്ന് കൊടുക്കാനാകില്ല, അത് CMDRFിൽ നിന്നാണ് കൊടുക്കുന്നത്. 1032 കുടുംബങ്ങൾക്ക് 10,000 രൂപ അടിയന്തര ധനസഹായം കൊടുത്തു. STRFിൽ നിന്ന് എത്ര കൊടുക്കാൻ പറ്റും? എത്ര കോടി കേരളത്തിലുണ്ടായാലും 5,000 ഒരാൾക്ക് കൊടുക്കാൻ പറ്റൂ. ബാക്കി 10,000-ൽ 5,000 CMDRFിൽ നിന്ന് കൊടുക്കണം. മാനദണ്ഡങ്ങൾ അനുസരിച്ച് കിട്ടിയ കാശല്ലാതെ ചൂരൽമലയ്ക്ക് വേണ്ടി ഒരു പ്രത്യേകമായിട്ടുള്ള ഫണ്ട് അനുവദിച്ചിട്ടില്ല. വയനാട് പുനരധിവാസത്തിൽ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുപോലെ ഉത്തരവാദികളെന്നും VD സതീശൻ. ഒരു വശത്ത് കേന്ദ്ര ഗവൺമെന്റ് ഒരു തുക പോലും തരുന്നില്ല. സർക്കാരിന്റെ കയ്യിൽ വലിയ തുക കിട്ടിയിട്ടുണ്ടല്ലോ, ആ തുക ചെലവഴിക്കുന്നുണ്ടോ? അവിടെ എന്ത് റീഹാബിലിറ്റേഷൻ പ്രോസസ് നടക്കുന്നു? ഒരു ദുരന്ത നിവാരണം ഇല്ല. വീട് കൊടുക്കാൻ ആളുകൾ റെഡിയായി നിൽക്കുന്നു. 1000-ഓളം വീടുകളാണ് ഓഫറുള്ളത്. ആ വീട് കൊടുക്കാൻ സ്ഥലം സർക്കാർ തരുമെന്ന് പറഞ്ഞു. സ്ഥലം കൊടുക്കാൻ ഇത്ര മാസമായിട്ട് സർക്കാർ പറ്റിയിട്ടില്ല. അതേസമയം മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നൽകിയ മറുപടി നിരാശാജനകമെന്ന് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ്. ഓഗസ്റ്റ് 2-ാം തീയതി ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന മുഖ്യമന്ത്രിയുടെ കത്ത് തിരുവനന്തപുരത്ത് നിന്ന് അയക്കുകയും ഞാനിവിടെ അത് പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ് 17-ാം ദിവസം നാം 1,202 കോടി രൂപയുടെ ധനസഹായം വേണം എന്ന മെമ്മോറാണ്ടം കൊടുത്തു. പാർലമെൻറ്റ് തുടങ്ങിയ സന്ദർഭത്തിൽ നിർമ്മലാ സീതാരാമൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് എന്നെ വിളിച്ചിരുന്നു. അവിടെയും പറഞ്ഞത് ആവശ്യമായ സഹായം നൽകും എന്നാണ്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി നൽകിയ മറുപടി വളരെ നിരാശാജനകമാണ്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ വെട്ടിയ ഭാഗങ്ങൾ പുറത്തുവരുന്നതുമായി ബന്ധപ്പെട്ട് വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് ഇന്നുണ്ടാകില്ല. വിവരങ്ങൾ പുറത്തുവിടുന്നതിനെതിരെ ഒരു പരാതി കൂടി ലഭിച്ചതിനാൽ ഒരിക്കൽ കൂടി പരിശോധിച്ച ശേഷം തീരുമാനമെന്ന് വിവരാവകാശ കമ്മീഷൻ അറിയിച്ചു. പുതിയ പരാതി നൽകിയത് ആരെന്നറിയില്ലെന്ന് വിവരാവകാശ അപേക്ഷ നൽകിയ മാധ്യമപ്രവർത്തകൻ അനിരു അശോകൻ പറഞ്ഞു. ഉത്തരവ് കൈമാറുന്നത് സംബന്ധിച്ചിട്ട് ഒരു ഉത്തരവ് കിട്ടിയിട്ടുണ്ട്. അതും കൂടെ പരിശോധിച്ച ശേഷം മാത്രമേ ഞങ്ങൾക്ക് ആ ഉത്തരവ് കൈമാറൂ എന്നാണ് പറഞ്ഞത്. ഇന്ന് ഉത്തരവ് കൈമാറില്ല എന്ന് മാത്രമേ കമ്മീഷനിൽ നിന്ന് അറിയിച്ചിട്ടുള്ളൂ. അതിനി ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്, അത് സോൾവ് ചെയ്ത ശേഷം മാത്രമേ ഇനി ആ ഉത്തരവ് കൈമാറൂ എന്നാണ് പറയുന്നത്. വിഷയത്തിൽ സർക്കാരിന് ഒന്നും ഒളിക്കാനില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. അത് ഹൈക്കോടതി തന്നെ പുറത്തുവിട്ടോട്ടെ, അല്ലെങ്കിൽ കമ്മീഷൻ പറഞ്ഞാൽ പുറത്തു വിടുന്നതിന് ഞങ്ങൾക്ക് തടസ്സമില്ല. കാരണം ഹൈക്കോടതിയുടെ മുമ്പിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശമാണ് സർക്കാർ പാലിക്കപ്പെടുന്നത്. ഒരാവശ്യം കമ്മീഷന് ഉള്ള അധികാരം അവകാശം എന്താണോ അതനുസരിച്ച് അപ്പീലിന്മേൽ അവരൊരു തീരുമാനം പറഞ്ഞാലും ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാറില്ല. ഞങ്ങളെന്തിനാ മറച്ചു വെക്കുന്നത്? എന്തിനു ഭയപ്പെടാൻ? സർക്കാർ എന്തിനാ ഭയപ്പെടുന്ന കാര്യം? പൂർണ്ണരൂപത്തിൽ ഇത് മൊത്തം പുറത്തു വരട്ടെ. എന്താണോ ഹേമ കമ്മിറ്റി പറഞ്ഞത് അതുപോലെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഒരു നിയമനിർമ്മാണം തന്നെ നടത്താൻ പോവുക. കേരളത്തിലെ സിനിമാ രംഗത്ത്, സീരിയൽ രംഗത്ത് നടക്കുന്ന തെറ്റായ കാര്യങ്ങളെപ്പറ്റി ഒരു അന്വേഷണം നടക്കണമെന്ന് WCCയുടെ അപ്പീലിന്മേൽ അല്ലെങ്കിൽ അപേക്ഷയിന്മേൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്ര ശരിയായ തീരുമാനം എടുത്തത്. ADM ആയിരുന്ന K നവീൻ ബാബുവിന്റേത് തൂങ്ങിമരണം തന്നെയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംശയാസ്പദമായ പരിക്കുകളൊന്നും കണ്ടെത്തിയില്ലെന്ന റിപ്പോർട്ടിൽ പരാമർശം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 24-ന് ലഭിച്ചു. പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ ഇൻക്വസ്റ്റ് നടപടികൾ കഴിഞ്ഞുവെന്നാണ് വിവരം ലഭിച്ചതെന്നും നവീൻ ബാബുവിന്റെ ബന്ധു അനിൽ P. നായർ. ഇൻക്വസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ബോഡി പോസ്റ്റ്മോർട്ടത്തിൽ എടുത്ത ശേഷമാണ് നമ്മൾക്കുമായിട്ട് ഫസ്റ്റ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. പാലിക്കേണ്ട ആവശ്യമില്ല എന്നല്ലേ പോലീസ് പറയുന്നത്. ഇന്ന് അന്വേഷണം ചില ഭാഗങ്ങളിലേക്ക് കൂടെ പോകണം എന്ന് തന്നെയാണ്. ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ചാർജ് എടുക്കാൻ വേണ്ടി വരുന്ന ആളല്ലേ. പിറ്റേ ദിവസം പത്തനംതിട്ടയിൽ ADM ആയിട്ട് ചാർജ് എടുക്കാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്.
സർക്കാരിനെതിരെ ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷം. കേരളത്തിന്റെ പവർ പർച്ചേസ് ചിത്രത്തിൽ അദാനിയെ കൊണ്ടുവന്നതിനുള്ള ശ്രമമാണ് നിരക്ക് വർധനയ്ക്ക് കാരണമെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി ലഭിച്ചിരുന്ന ദീർഘകാല കരാർ ഈ സർക്കാർ അദാനിക്കായി റദ്ദാക്കിയെന്ന് രമേശ് ചെന്നിത്തല. വളരെ വില കുറഞ്ഞ നിരക്കിൽ ലഭിച്ചുകൊണ്ടിരുന്ന വൈദ്യുതി കരാറ് ദീർഘകാല കരാർ റദ്ദാക്കിക്കൊണ്ട് അതിൻ്റെ ഇരട്ടിയിലധികം തുകയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതാണ് ഈ വൈദ്യുതി ചാർജ് വർധനവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടതുമുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം 7500 കോടി രൂപയുടെ അധിക ഭാരമാണ് കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ പവർ പർച്ചേസ് ചിത്രത്തിൽ അദാനിയെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടിയാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചത്. ഇതിൻ്റെ പിന്നിൽ CPM ആണ്, ഇതിൻ്റെ പിന്നിൽ ഇടതുമുന്നണി ഗവൺമെൻറ്റാണ്. വൈദ്യുതി നിരക്ക് വർധന പിൻവലിച്ചില്ലെങ്കിൽ പ്രതിഷേധം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സാധാരണക്കാരന് താങ്ങാനാകാത്ത കൊള്ളയാണ് KSEB നടത്തുന്നത്. വൈദ്യുതി വകുപ്പിൽ കൊണ്ടുവന്ന പദ്ധതികൾ അഴിമതിയിൽ മുങ്ങിയെന്നും VD സതീശൻ. ഒരുപാട് പദ്ധതികൾ വൈദ്യുതി ബോർഡിൽ കൊണ്ടുവന്നതെല്ലാം അഴിമതി നിറഞ്ഞ പദ്ധതികളായി മാറി. ഇതിൻ്റെ എല്ലാം പാപഭാരം ചുമക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ ആളുകളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. ഈ വൈദ്യുതി ചാർജ് കൂട്ടിയതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി വൈദ്യുതി ബോർഡിനും സർക്കാരിനും ഉള്ളതാണ്. ജനങ്ങളെ വീണ്ടും വല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളെ വീണ്ടും ഷോക്കടിപ്പിക്കുന്ന ഈ പരിപാടി ഇത് പിൻവലിക്കണം എന്ന് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നു. കോൺഗ്രസും UDFും ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരമുഖത്തേക്കാണ് പോകുന്നത്. വൈദ്യുതി നിരക്ക് വർധനയിൽ വിശദീകരണവുമായി വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി. മറ്റ് നിവൃത്തിയില്ലാതെയാണ് നിരക്ക് വർദ്ധിപ്പിച്ചതെന്ന് മന്ത്രി 24നോട്. അടുത്ത വർഷം നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച വർധന ഒഴിവാക്കാൻ ശ്രമിക്കുമെന്ന് മന്ത്രി. വരവും ചെലവുമായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് നമ്മുടെ പർച്ചേസ് എത്രയാണ്? നമ്മൾ 70% പുറത്തുനിന്ന് മേടിക്കുകയാണ്, 30% ഉൽപ്പാദനമുള്ളൂ. ആ 70% മേടിക്കുമ്പോൾ ചിലവ് എത്ര വലുതാണ്? പീക്ക് അവറിലൊക്കെ മേടിക്കുമ്പോൾ 5 രൂപ തൊട്ട് 15 രൂപ വരെ ചില സമയത്ത് വരും. പകൽ നമുക്ക് ഇലക്ട്രിസിറ്റി ചാർജ് കമ്മിയായി കിട്ടും. അത് ഉപഭോക്താക്കൾക്ക് കൊടുക്കാനാണ് 10 പൈസ അവർക്ക് ഇളവ് കൊടുത്തത്. അതേപോലെ 50 യൂണിറ്റ് വരെ ഫ്രീ അതൊന്നും ഒഴിവാക്കിയിട്ടില്ല. അതേപോലെ 200 യൂണിറ്റ് വരെയുള്ള ആളുകൾക്കും ഒഴിവാക്കിയിട്ടില്ല. അതിൽ നമുക്ക് ചീപ്പായിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മളത് കമ്മിയാക്കിയും കൊടുക്കും. നമുക്ക് പർച്ചേസ് ഇപ്പോൾ എല്ലാവരുടെയും പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞാൽ ചീപ്പായിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മളത് കമ്മിയാക്കി കൊടുക്കാൻ തയ്യാറാണ്. ഇത് മേടിക്കാൻ ആരും സമ്മതിക്കില്ല. മേടിക്കാതെ ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ പല കാരണങ്ങൾ കൊണ്ട് തടസ്സം പറയല്ലേ. ഹൈഡൽ പ്രോജക്റ്റ് തുടങ്ങാൻ പരിസ്ഥിതിയൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്ന് പറഞ്ഞ് തടസ്സം ചെയ്യുകയാണ്. നടൻ ദിലീപിന്റെ ശബരിമലയിലെ VIP ദർശനത്തിൽ വീണ്ടും കർശന നിലപാടുമായി ഹൈക്കോടതി. ഇത്തരം പ്രവൃത്തികൾ അനുവദിക്കാനാകില്ലെന്നും നിയന്ത്രിക്കേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണെന്നും ഹൈക്കോടതി. VIP ദർശന സമയത്ത് മറ്റുള്ളവരുടെ ദർശനം മുടങ്ങി. അവരെ തടഞ്ഞത് എന്തിനെന്നും ചോദ്യം. കുട്ടികൾക്കും സ്ത്രീകൾക്കും ദർശനത്തിന് മതിയായ സൗകര്യം ലഭിക്കണം. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പെൻഡ്രൈവിൽ ഹാജരാക്കാൻ കോടതി നിർദ്ദേശം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സത്യവാങ്മൂലം നൽകാനും കോടതിയുടെ ഇടക്കാല ഉത്തരവ്. തിരുവനന്തപുരം പാലോട് ഇന്ദുജ എന്ന യുവതിയുടെ മരണത്തിൽ ഭർത്തൃവീട്ടുകാർക്കെതിരെ ആരോപണവുമായി കുടുംബം. മകളുടേത് കൊലപാതകമാണെന്നും ഭർത്താവ് അഭിജിത്ത് ഇന്ദുജയെ ഉപദ്രവിച്ചെന്നും പിതാവ് ശശിധരൻ 24നോട് പറഞ്ഞു. അഭിജിത്തിനെ പേടിച്ച് 2 തവണ മകൾ വീട്ടിൽ വന്നിരുന്നു. ഇന്ദുജയ്ക്ക് ജാതി അധിക്ഷേപമുണ്ടായെന്നും കുടുംബം പറയുന്നു. നമ്മൾ ആദിവാസി കാണിക്കാ സമുദായത്തിൽപ്പെട്ടവരാണ്. അവരെ വീട്ടിലോട്ട് നമ്മൾ താഴ്ന്ന ജാതിക്കാരെന്നും പറഞ്ഞുകൊണ്ട് അവരെ വീട്ടിൽ ചെല്ലാൻ പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ 1-2 കേസ് കെട്ടുകൾ സംസാരിക്കാൻ അവരെ വീട്ടിലോട്ട് നമ്മൾ മെമ്പർമാരെയൊക്കെ കൂട്ടി ഈ യവനും അവൻ്റെ അമ്മയും കൂടെ വിളിച്ചു പറഞ്ഞ് ആദിവാസിയിലുള്ള ഒരുത്തന്മാരും നല്ല ഭാഷയിലാണ് പറഞ്ഞത്. ഒരുത്തന്മാരും എൻ്റെ വീട്ടിൻ്റെ കാമ്പൗണ്ടിൽ കയറിപ്പോകില്ലെന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴവിടെ കണ്ണിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു അടിയുടെ പാടല്ല, നല്ല ഒരു പാടുണ്ടായിരുന്നു. അപ്പം പിന്നെ അവൾ മാനസികമായിട്ട് ആകെ ഒരു തകർച്ചയിലായിരുന്നു. പാലോട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് നന്നായി ജീവിക്കണമെന്ന് പറഞ്ഞ് 2 പ്രായപൂർത്തിയായവരാണ്. നന്നായി ജീവിക്കണമെന്ന് പറഞ്ഞ് പാലോട് പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ച് സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ മോളെ റാക്കറ്റായ ആ മനുഷ്യൻ കൊന്നുകളഞ്ഞ്. അവൾ പേടിച്ച് 2-3 ദിവസം വീട്ടിൽ വന്നിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ വന്നിരുന്നു. അപ്പം അവളെ ദേഹത്തൊക്കെ മുറിവും പാടുമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മോളെ കൊന്നുകളഞ്ഞവൻ ഗാർഹിക പീഡനം അവൻ കൊണ്ടുപോയതിന് ശേഷം ഉണ്ടായിരുന്നു.
അവൻ കൊല ചെയ്തു. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഇന്ദുജയുടെ ശരീരത്തിൽ അടിച്ചതിന്റെ പാടുകൾ കണ്ടെത്തി. ഭർത്താവ് അഭിജിത്ത് കസ്റ്റഡിയിൽ. അഭിജിത്തിന്റെ വീട്ടിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തി. ചരിത്ര നിമിഷം കാത്ത് കേരളത്തിലെ വിശ്വാസി സമൂഹം. ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാടിനെ ഇന്ന് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തും. ചടങ്ങുകൾ ഇന്ത്യൻ സമയം രാത്രി 8:30 വത്തിക്കാനിൽ. ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 7 അംഗ സംഘവും സ്ഥാനാരോഹണത്തിന്റെ സമഗ്ര കവറേജുമായി 24. മാർ ജോർജ് ജേക്കബ് കൂവക്കാട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നതിന്റെ ആഹ്ലാദത്തിൽ കുടുംബം. കർദിനാൾ പദവി വലിയ ദൈവാനുഗ്രഹമായി കാണുന്നുവെന്ന് സഹോദരി ലിറ്റി 24നോട്. പള്ളിയിലെ എല്ലാ കാര്യങ്ങളും, കാരണം മിഷൻ ലീഗ് അങ്ങനെ സംഘടനകളിൽ വളരെ സജീവമായിരുന്നു. പിന്നെ കോളേജിലെത്തിയപ്പോഴാണ് CSMൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് ആയിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല ആക്റ്റീവായിട്ട് ഇങ്ങനെ ഒട്ടും ഒന്നിനോട് ഇങ്ങനെ മടുപ്പ് പറയുന്നൊരു സ്വഭാവമല്ല. UDF പ്രവേശന ചർച്ചകൾ സജീവമാക്കി PV അൻവർ MLA. മുസ്ലിം ലീഗ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ KPCC അധ്യക്ഷൻ K സുധാകരനുമായും PV അൻവർ ചർച്ച നടത്തി. UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടുണ്ടെന്നും എന്നാൽ മുന്നണിയിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടില്ലെന്നും PV അൻവർ 24നോട്. ഇപ്പോൾ PV അബ്ദുൽ വഹാബുമായും ET മുഹമ്മദ് ബഷീറുമായൊക്കെ ഞങ്ങൾ കണ്ടതും സംസാരിച്ചതും തീർത്തും സൗഹൃദപരമായ കാര്യങ്ങളാണ്. പക്ഷേ അതിൽ രാഷ്ട്രീയമുണ്ട്, അത് ചർച്ചയൊന്നുമില്ല. ഡയറക്റ്റായിട്ട് UDFിലെ ഘടകകക്ഷികളിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ചേരാൻ കഴിയാത്ത എന്നാൽ ആൻറ്റി പിണറായി മൈൻഡുള്ള ഒരുപാട് ആളുകളും ഒരുപാട് പ്രവർത്തകരും നാട്ടിലുണ്ട്. ഇവർക്കെല്ലാം കൂടെ കയറിയിരിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം വേണം. ആ പ്ലാറ്റ്ഫോം ശക്തിപ്പെടുന്നതിനനുസരിച്ചിരിക്കും മറ്റു കാര്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വരുമ്പോൾ ഞങ്ങൾക്കൊരു ഗോഡ് ഫാദർ വേണം. തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ദേശീയ പാർട്ടികളുമായി ചർച്ച നടത്തിയത് DMK ശക്തിപ്പെടുത്താനെന്ന് PV അൻവർ. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി നടത്തിയ ചർച്ചകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട് ദുർബലമാക്കിയെന്നും PV അൻവർ കുറ്റപ്പെടുത്തി. ഒരു സ്ട്രോങ് സെക്യുലർ ലീഡറാണ് സ്റ്റാലിൻ എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. ആ ഒന്നാം ഘട്ട ചർച്ച കഴിഞ്ഞപ്പോൾ തന്നെ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടാൻ തുടങ്ങി ഇതിന് പല തടസ്സങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്ത് വരുമ്പോൾ തൃണമൂലടക്കം ആൻറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലും ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിച്ചിട്ടുള്ളത് ശ്രീ പിണറായി വിജയനാണ്. പാലക്കാട് ധോണിയിൽ കാട്ടാനപ്പേടിക്കൊപ്പം പുലി സാന്നിധ്യവും. മായപുരത്ത് JSTയുടെ വീട്ടിലെ കൂട് തകർത്ത് കോഴിയെ പിടിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. വീടിന് പുറത്തേക്കിറങ്ങാൻ ആശങ്കയെന്ന് ധോണി നിവാസികൾ. ഞങ്ങൾക്കറിയായിരുന്നു ഒരു മാസം മുന്നേ തൊട്ടടുത്ത വീട്ടിലെ മോനേട്ടൻ്റെ വീട്ടിൽ നിന്നും അതിൻ്റെ അപ്പുറത്തെ വീട്ടിലെ സോളമൻ്റെ വീട്ടിൽ നിന്നും പട്ടിക്കുട്ടിയെ പിടിച്ചുകൊണ്ട് പോയിരുന്നു. അപ്പോൾ പട്ടിക്കുട്ടിയുടെ കരച്ചിൽ ഞങ്ങളുടെ CCTVയിൽ വന്നിരുന്നു മോനേട്ടൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചപ്പോൾ. പക്ഷേ ഇന്ന് രാവിലെ ഒരു 12:30യോടുകൂടി നമ്മുടെ വീട്ടിലത്തെ കോഴിക്കൂട് വല വലിച്ചു പൊളിച്ച് വലിയൊരു പുലി മുട്ടയിടുന്ന കോഴിയെ കടിച്ചു പിടിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ പേടിച്ചു പോയി. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ ബസ്സുകൾക്കിടയിൽപ്പെട്ട് ബാങ്ക് ജീവനക്കാരൻ മരിച്ചതിൽ വീഴ്ച സ്വകാര്യ ബസിന്റേതെന്ന് ഗതാഗത വകുപ്പിന്റെ കണ്ടെത്തൽ. ബസിന്റെ പെർമിറ്റും ഡ്രൈവറുടെ ലൈസൻസും റദ്ദാക്കും. കിഴക്കേക്കോട്ടയിൽ ഇന്നു മുതൽ ഗതാഗത വകുപ്പിന്റെ പ്രത്യേക പരിശോധന. കേരള പ്രൈവറ്റ് ബസ് ഉടമകളുമായി ചർച്ച നടത്താൻ ഗതാഗത മന്ത്രി. ബസ് സ്റ്റാൻഡിൽ നേരിട്ടെത്തി പരിശോധന നടത്തി ഗതാഗത കമ്മീഷണർ. സ്വകാര്യ ബസ് ഡ്രൈവർക്കാണ് വീഴ്ച സംഭവിച്ചതെന്ന് ഗതാഗത കമ്മീഷണർ CH നാഗരാജു. പ്രൈമഫേസി നമ്മൾ നോക്കുമ്പോൾ KSRTC ബസ് വാസ് വെയിറ്റിംഗ് ഫോർ ദ ടേൺ. സ്റ്റോപ്പ് ലൈനിലെ വെയിറ്റിംഗ് ആയിരുന്നു. ഇത് പെഡസ്ട്രിയൻ ക്രോസിംഗ് ആണ്. ഒരുപാട് പെഡസ്ട്രിയൻസ് ക്രോസിംഗ് ആയിരുന്നു. അത് ഗ്രീൻ ലൈറ്റ് ആയിരുന്നു. പക്ഷേ പെഡസ്ട്രിയൻ വോള്യൂം കൂടുതലായതുകൊണ്ട് ബസ് വാസ് സ്റ്റിൽ വെയിറ്റിംഗ് ദയർ. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രൈവറ്റ് ബസ് കയറി ഒരു അണ്ടർടേക്കിംഗ് എന്ന് പറയും, ഓവർടേക്കിംഗ് അല്ലാതെ. നോബഡി ഷുഡ് ഓവർടേക്ക് ഫ്രം ദ ലെഫ്റ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡ് ഈസ് കോൾഡ് അണ്ടർടേക്കിംഗ്, റൈറ്റ് സൈഡ് ഈസ് കോൾഡ് ഓവർടേക്കിംഗ്. Undertaking means dangerous. Undertaking is illegal. So that bus was undertaking and to the right. അപ്പോൾ ബ്ലൈൻഡ് സ്പോട്ട് ആയിരുന്നു. ഡ്രൈവർ റൈറ്റ് എടുക്കുമ്പോൾ തന്നെ ബ്ലൈൻഡ് സ്പോട്ടിൽ ഈ പെഡസ്ട്രിയൻ വന്ന് പെട്ടുപോയി. അവിടെ ഈ സംഭവിക്കുന്ന കാര്യം പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ KSRTC ഡ്രൈവർക്കും ഒരു ബ്ലൈൻഡ് സ്പോട്ടാണ്. 24 എക്സ്ക്ലൂസീവ്. മതാടിസ്ഥാനത്തിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൽ K ഗോപാലകൃഷ്ണൻ IASനെ സംരക്ഷിക്കാൻ നീക്കം. ഫോൺ ഹാക്ക് ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടി വ്യാജ പരാതി നൽകിയെന്ന പോലീസ് റിപ്പോർട്ട്. ചീഫ് സെക്രട്ടറിയുടെ ചാർജ് മെമ്മോയിൽ നിന്ന് ഒഴിവാക്കി. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉന്നത ഉദ്യോഗസ്ഥരെ ചേർത്ത സംഭവത്തെപ്പറ്റിയും പരാമർശമില്ല. മല്ലു മുസ്ലിം ഓഫീസേഴ്സ് എന്ന പേരിൽ
വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ അദീല അബ്ദുള്ള ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയിട്ടും അതിനെക്കുറിച്ചും ഒരു പരാമർശവും നടത്തിയിട്ടില്ല. ചാർജ് മെമ്മോയുടെ പകർപ്പ് 24-ന്. വയനാട് ചുണ്ടേലിലെ ഓട്ടോ ഡ്രൈവറുടെ കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന ആരോപണവുമായി കുടുംബം. പ്രതികളുടെ പിതാവിന് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നാണ് ആരോപണം. ഇതിലൊരു തുച്ഛമായി 2 പേരല്ല ഇതിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തില്ല. അതിൽ ഇവരുടെ വാപ്പ സുൽഫിക്കർ എന്ന് പറഞ്ഞ വ്യക്തിയും അതുപോലെ ഇവനെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ സഹായിച്ച മുഴുവൻ ആളുകൾ, അവരെ ഒരു ഇന്നോവ കാറിൽ വന്നവൻ്റെ സുഹൃത്തുക്കൾ അവനെ ഈ പ്ലാനിങ്ങിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരെയും കൂടെ ഇതിൽ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം. അതുപോലെ ഇന്ന് പോലീസ് ഇതുവരെ അവൻ്റെ ക്വാർട്ടേഴ്സ്, നമ്മളെ വീടിനടുത്തുള്ള ക്വാർട്ടേഴ്സിലാണ് താമസം, അവിടെ നിന്നാണ് ഇവൻ വണ്ടി എടുത്ത് വന്നത്. ആ ക്വാർട്ടേഴ്സ് ഇന്ന് വരെ അവർ എന്ത് ചെയ്തിട്ടില്ല, ഒന്ന് സെർച്ച് ചെയ്തിട്ട് ആ ഭാഗം ഒന്നും അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തി മുഴുവൻ ആളുകളെയും ഇതിനെ അറസ്റ്റ് ചെയ്തിട്ട് നിയമ നടപടി സ്വീകരിക്കണം. സംഭവത്തിൽ സഹോദരങ്ങളായ സുമിൽ ഷാദ്, അജിൻ ഷാദ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നവാസിനോടുള്ള വ്യക്തിവൈരാഗ്യം മൂലമാണ് പ്രതികൾ ആസൂത്രിതമായ അപകടം സൃഷ്ടിച്ച് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. പ്രതികളുടെ ലഹരി മാഫിയ ബന്ധമടക്കം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ കൽപ്പറ്റ ഡിവൈഎസ്പിക്ക് പരാതി നൽകി. ലഹരി കേന്ദ്രമായി ഹോട്ടൽ മുൻപ് പ്രവർത്തിച്ചിരുന്ന ആക്ഷേപമാണ് ഈ കൊലപാതകത്തിന് ശേഷം പരിസരവാസികൾ ഉൾപ്പെടെ പറയുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം അന്വേഷണത്തിൽ ഉൾപ്പെടണം എന്ന ആവശ്യമാണ് ഡിവൈഎഫ്ഐക്കുള്ളത്. കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത സുമിൽ ഷാദും അജിൻ ഷാദും റിമാൻഡിൽ. വീണ്ടും വിവാദ പ്രസ്താവനയുമായി CPIM നേതാവ് എം മണി. അടിച്ചാൽ തിരിച്ചടിക്കണമെന്നും ഇല്ലെങ്കിൽ പ്രസ്ഥാനത്തിന് നിലനിൽപ്പില്ലെന്നുമാണ് എം മണിയുടെ വാക്കുകൾ. പല നേതാക്കന്മാരെയും വെടിവെച്ചും വെട്ടിയും കൊലപ്പെടുത്തിയിട്ടുമുണ്ട്. അവരെയെല്ലാം നേരിട്ടിട്ടുണ്ടെന്നും എം മണി പറഞ്ഞു. അടിച്ചാൽ തിരിച്ചടിച്ചില്ല, പ്രസ്ഥാനം നിൽക്കത്തില്ല. നമ്മളെ അടിച്ചാൽ തിരിച്ചടിക്കുക, പ്രതിഷേധിക്കുക, പ്രതിഷേധിക്കുന്നതിൽ തിരിച്ചടിക്കുക. പ്രതിഷേധിക്കുന്ന എന്തിനാണ്? ആളുകളെ നമ്മുടെ കൂടെ നിർത്താനാണ്. തിരിച്ചടിക്കുക, ആ ചെയ്തത് നന്നായി എന്ന ആളുകളെ കൊണ്ട് പറയിപ്പിക്കും. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ നേതാക്കന്മാരെല്ലാം നേരിട്ടടിച്ചിട്ടുണ്ട്. ഞാനൊക്കെ അടിച്ചിട്ടുണ്ട്. മരിച്ചുപോയ നമ്മുടെ സഹാക്കൾ വലിയുണ്ട്. നേരിട്ടടിച്ചിട്ടുണ്ട്. നേരിട്ട്. അല്ലാതെ ചുമ്മാ സൂത്രപ്പടി കൊണ്ട് പ്രസംഗിക്കാൻ നടന്ന പ്രസ്ഥാനം കാണുന്നില്ല. CPIM സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലിന് പിന്നാലെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ G. സുധാകരനെ പുകഴ്ത്തി CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ. മഹാനായ നേതാവെന്നും സംസ്ഥാനത്ത് പേരെടുത്ത മന്ത്രിയായിരുന്നു സുധാകരനെന്നും R. നാസറിന്റെ പുകഴ്ത്തൽ. സുധാകര സാഹിബിനെ പോലുള്ള ഒരു സാഹിബിനെ നമ്മളിപ്പം കൂടുതൽ പരിപാടികളിലേക്ക് നമ്മൾ വിളിക്കാതെ പ്രധാനപ്പെട്ട പരിപാടികളിൽ മാത്രമാണ് നമ്മൾ ക്ഷണിക്കുന്നത്, പങ്കെടുപ്പിക്കുകയും ചെയ്യുന്നത്. അതാണ് ഇതുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു കാര്യമില്ല. അവിടെ ഒരു ഏരിയ സമ്മേളനത്തിലേക്ക് ഒരു സാഹു പോയി സംസാരിക്കേണ്ടത് കാര്യമില്ല. അതുകൊണ്ട് തന്നെ വിളിക്കുന്നു. ഓരോ അവഗണനയുടെയും പ്രശ്നമില്ലെന്ന് ഇല്ല, എൻ്റെയും ഇല്ല, പാർട്ടിയിലും ഇല്ല. നിങ്ങളെന്തേ പറയുന്നത്? അങ്ങനെ അവഗണിക്കാവുന്ന ഒരാളല്ലല്ലോ അദ്ദേഹം. പിന്നെ നിങ്ങളെന്നെ അങ്ങനെ പറഞ്ഞത് അങ്ങനല്ല. അങ്ങനെ അവഗണന പ്രശ്നമേ ഇരിക്കുന്നില്ല. പരിപാടികൾ നമ്മൾ ക്രമീകരിച്ച് പങ്കെടുപ്പിക്കുന്നു എന്നുള്ള കഴിഞ്ഞ് വരാം. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നേ ഉള്ളൂ, അല്ല വേറൊരു കാര്യമില്ല. ജനുവരി 12, 13, 14 തീയതികളിലാണ് ആലപ്പുഴ ജില്ലാ സമ്മേളനം. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് സ്വമേധയാ ഒഴിഞ്ഞ ശേഷം നിലവിൽ ഏരിയ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബ്രാഞ്ച് അംഗമാണ് G. സുധാകരൻ. ദില്ലി ചലോ മാർച്ച് നാളെ പുനരാരംഭിക്കാൻ തയ്യാറെടുത്ത് കർഷകർ. ചർച്ചയ്ക്കായി കർഷകർ നൽകിയ സമയപരിധി ഇന്ന് അവസാനിക്കും. നിരോധനാജ്ഞ ലംഘിച്ച് ശംഭു അതിർത്തിയിലേക്ക് കൂടുതൽ കർഷകരെത്തി. സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുന്നത് കാത്തിരിക്കുകയാണ് എന്നും ചർച്ചയ്ക്ക് തയ്യാറായില്ല എങ്കിൽ നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് വീണ്ടും മാർച്ച് പുനരാരംഭിക്കുമെന്നും കർഷക നേതാവ് സർവൻ സിംഗ് പാന്തർ. ശംഭു അതിർത്തിയിലും അംബാലയിലും പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. സമരം ചെയ്യുന്ന കർഷകർക്ക് പിന്തുണയുമായി പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും കൂടുതൽ കർഷകർ ശംഭു അതിർത്തിയിൽ എത്തി. MSP നിയമം വഴി ഉറപ്പാക്കണം. കാർഷിക കടം എഴുതിത്തള്ളൽ, പെൻഷൻ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷകരുടെ പ്രതിഷേധം. 10 ദിവസത്തെ സന്ദർശനത്തിനായി പരിശുദ്ധ ഇഗ്നാത്തിയോസ് അഫ്രേം ദ്വിതീയൻ പാത്രിയർക്കീസ് ബാവ കേരളത്തിൽ. ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ 40ാം ദിന അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കും. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം. അതേസമയം പള്ളിത്തർക്കത്തിൽ സമവായത്തിന് തയ്യാറാണെന്ന് യാക്കോബായ സഭയുടെ മലങ്കര മെത്രാപ്പൊലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ് 24-നോട്.
ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞ് ജനിച്ച സംഭവത്തിൽ ഗർഭകാല ചികിത്സ നൽകിയ വനിതാ ശിശു ആശുപത്രിയിലെ 2 ഡോക്ടേഴ്സിന്റെ മൊഴി രേഖപ്പെടുത്തി പോലീസ്. വിദഗ്ധ സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ എൻ ഖോബ്രിഗഡെ ജില്ലയിലെത്തി. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ റേഡിയോളജിസ്റ്റിനെ നിയമിക്കാനും തീരുമാനം. നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തന പരാമർശത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രേരണാക്കുറ്റം ചുമത്താൻ തെളിവില്ലെന്ന് പോലീസ്. മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന പരാതിയിൽ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസാണ് ഹർജി നൽകിയത്. മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ MLA-മാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തില്ല. EVM തിരിമറി വിഷയത്തിൽ പ്രതിഷേധിച്ചാണ് വിട്ടുനിൽക്കുന്നതെന്ന് ആദിത്യ താക്കറെ. നിയമസഭയിലെത്തിയ ശിവസേന ഉദ്ധവ് പക്ഷ MLA-മാർ ശിവാജി പ്രതിമയിൽ ആദരമർപ്പിച്ച് മടങ്ങി. സമാജ്വാദി പാർട്ടി മഹാവികാസ് അഘാഡി സഖ്യം വിട്ടു. പിന്മാറ്റം ബാബറി മസ്ജിദ് തകർത്തതിനെ ന്യായീകരിച്ചുള്ള ശിവസേന ഉദ്ധവ് പക്ഷ നേതാവിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച്. ബംഗ്ലാദേശിൽ വീണ്ടും ക്ഷേത്രത്തിന് നേരെ ആക്രമണമെന്ന് ഇസ്കോൺ. ധാക്കയിലെ നമഹട്ട സെന്ററിന് നേരെയാണ് ആക്രമണം നടന്നതെന്നാണ് ഇസ്കോൺ സമൂഹമാധ്യമമായ എക്സിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഐ ലീഗ് ഫുട്ബോളിൽ 2ാം ജയം തേടി ഗോകുലം കേരള FC ചർച്ചിൽ ബ്രദേഴ്സിനെ നേരിടും. മത്സരം രാത്രി 7-ന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കളത്തിൽ ചിരവൈരികളായ ബംഗളൂരു FCയെ നേരിടും. മത്സരം രാത്രി 7:30 ബംഗളൂരുവിന്റെ മൈതാനമായ ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ. ഇതോടെ 24 ഹെഡ്ലൈൻസ് പൂർണ്ണമാകുന്നു.